ഇരിങ്ങാലക്കുട രൂപതയിലെ ഏക കുരിശുമുടി തീർത്ഥാടന കേന്ദ്രമായ കനകമല മാർത്തോമ കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിൽ 86ാമത് കനകമല നോമ്പുകാല തീർത്ഥാടനം മാർച്ച് 2 ഞായറാഴ്ച ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചിറ്റിലപ്പള്ളി സെന്റ് റീത്ത ദേവാലയത്തിൽ നിന്നും ഉച്ചകഴിഞ്ഞ് 2:30-ന് ഫാദർ ജോളി ചിറമേൽ തെളിയിക്കുന്ന ദീപശിഖ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ വിവിധ ദേവാലയങ്ങളുടെ സ്വീകരണങ്ങൾക്കു ശേഷം 6 മണിയോടുകൂടി കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേരും. ഇരിങ്ങാലക്കുട രൂപത മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ ദീപശിഖ ഏറ്റുവാങ്ങി കുരിശുമുടിയിൽ പ്രതിഷ്ഠിക്കുന്നതോടെ ഈ വർഷത്തെ നോമ്പുകാല തീർത്ഥാടനം ആരംഭിക്കും. തീർത്ഥാടന കാലയളവായ മാർച്ച് 2 മുതൽ ഏപ്രിൽ 27 വരെ എല്ലാ ദിവസങ്ങളിലും കുരിശുമുടിയിലെത്തുന്ന തീർത്ഥാടകർക്ക് സൌജന്യ നേർച്ച ഭക്ഷണവും കുടിവെള്ളവും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയും ഏർപ്പെടുത്തിയിട്ടുള്ളതായി ഭാരവാഹികൾ അറിയിച്ചു. ദേവാലയ റെക്ടർ ഫാദർ മനോജ് മേക്കാടത്ത്, ജനറൽ കൺവീനർ തോമസ് കുറ്റിക്കാടൻ, ട്രസ്റ്റി ജോജു ചുള്ളി, PRO ഷോജൻ വിധേയത്തിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ബഹുമാനപ്പെട്ട ജോളി ചെറമലച്ചനാണ് ദീപശിഖ തെളിയിച്ച് നൽകുക. അവിടെ നിന്ന് അനേകം വാഹന അകമ്പടിയോടുകൂടെ മുക്കാട്ടുകര ദേവാലയം, കൊടകര ഫൊറോന ഇടവക, വല്ലപ്പാടി ഇടവക അവിടെയൊക്കെ ദീപശിഖ കയറ്റി ഏകദേശം വൈകിട്ട് 6 മണിയോടുകൂടെ കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ ദീപശിഖ എത്തിച്ചേരുന്നു. അതേ തുടർന്ന് ഇരിഞ്ഞാലക്കുട രൂപത അധ്യക്ഷൻ അഭിമന്യ മാർ പോളി കണ്ണൂക്കാടൻ പിതാവ് ആ ദീപശിഖ ഏറ്റുവാങ്ങി ദേവാലയത്തിൽ ദീപം തെളിച്ച് തുടർന്ന് നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. വരുന്നവരുടെ പരിരക്ഷ, അവരുടെ സുരക്ഷിതത്വം, അതുപോലെ തന്നെ നമ്മൾ പ്രാഥമികമായിട്ടുള്ള ശുശ്രൂഷകൾ വേണ്ടി വരുന്നവർക്ക് അവിടെ ഒരു നല്ല ഒരു പാലം തന്നെ നിർമ്മിച്ച് ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം ഈ ഞായറാഴ്ച, അതായത് തീർത്ഥാടനം ആരംഭിക്കുന്ന ഞായറാഴ്ച കാലത്ത് 8 മണിക്ക് തന്നെ MLA അത് ഉദ്ഘാടനം ചെയ്യും. നോമ്പുകാലം തുടങ്ങുന്നതിന് മുൻപുള്ള എല്ലാ ആളുകളും ഒരു വിശദീകരണ യോഗമൊക്കെ കഴിഞ്ഞ് വിശദീകരണ ധ്യാനം കഴിഞ്ഞ് ഒരു വിശുദ്ധിയുടെ നടുവിലാണ് എല്ലാവരും ഭക്തജനങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങിയിട്ടാണ്. വരുന്ന ആളുകൾ ഏകദേശം 1 ലക്ഷം ആളുകളെയാണ് കണക്കാക്കണം.